ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം മേക്കപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഓർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതുപോലെ മിനിമൽ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഡെയിലി ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ സ്കിന്ന് ഒരു കോമ്പിനേഷൻ സ്കിന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പോർഷൻ മൊത്തം ഡ്രൈ ആണ്. അതുപോലെ ഈ രണ്ട് പോർഷൻസും പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഇതാണ്. അപ്പം ഒരു ഡ്രൈ ടു നോർമലാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ അതിന് ചേരുന്ന അനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ലിപ്പും അതുപോലെ നല്ല ഡ്രൈ ആണ്. അപ്പം ഫസ്റ്റ് ചെയ്യുന്നത് ഈ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നിവ്യേൻ്റെ ഒരു ലിപ് ബാം ആണ്. കളർലെസ് ആണ്. ആക്ച്വലി ഇത് മെന്നിന് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷെ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ക്യാമറയിൽ നോക്കി ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ട്. അപ്പം എൻ്റെ കയ്യിലൊരു പോക്കറ്റ് മിററുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ലിപ്പൊക്കെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫേസ് ആണ് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയും ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നൊന്നും അധികം ഡാമേജ് ആവാതിരിക്കാനായിട്ട് നല്ലതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മോയ്സ്ചറൈസറൊക്കെ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് വന്ന് നിൽക്കുന്നതാണ് ഈ പോൺസിൽ. അപ്പം എൻ്റെ സ്കിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുരുവൊക്കെ വരുന്ന ടൈപ്പ് ഒരു സ്കിന്നാണ്. അപ്പം ഈ ഒരു മോയ്സ്ചറൈസറാണ് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പം ഞാൻ ഒരു 2 കൊല്ലത്തോളമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ആണ്. അപ്പം ഇങ്ങനൊരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കണ്ട, ഇത്ര ഒരു എമൗണ്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നല്ല രീതിയിൽ ഒരു മസാജ് ചെയ്യുന്ന പോലെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കുകയല്ല, നല്ലൊരു മസാജ് പോലെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഉപയോഗിക്കുന്നത് ഈ ഒരു ഇത് CC ക്രീമാണ്. ഫൗണ്ടേഷനും കൺസീലറൊന്നും യൂസ് ചെയ്യാറില്ല, ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ സാധാരണ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ വേർത്താണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അതുപോലെ ഡ്രൈ സ്കിന്നിനൊക്കെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പം ഒരു കേക്കി പോലെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതാകുമ്പം അങ്ങനെയൊന്നുമില്ല, നല്ലതാണ്. അതുപോലെ തന്നെ SPF 30 ഉണ്ട്. അപ്പം സൺ പ്രൊട്ടക്ഷനും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടിലാണ് എടുക്കുന്നത്. ഇത്ര ഒരു എമൗണ്ടാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് തന്നെ ധാരാളമാണ്. ഇനി എൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരും കുറച്ച് മോയ്സ്ചറൈസറും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നോർമൽ സ്കിന്നാണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് പോകുന്നതാണ്. പക്ഷേ എക്സ്ട്രീം ഡ്രൈ ഒക്കെ ആണെങ്കിൽ കുറച്ചൊരു മോയ്സ്ചറൈസറും കൂടി ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഫുള്ള് പുള്ളിക്കുത്ത് പോലെ ഇട്ട് വെച്ചിട്ട് ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവൻലി ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഫുള്ള് ഫേസ് മൊത്തം ഇങ്ങനെ ഡോട്ട് ഇട്ട് വെക്കും. എന്നിട്ട് കൈ വെച്ച് തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് അതൊന്നും സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് കൈ ആകുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എപ്പോഴും ഹാൻഡ്സ് നല്ല ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഹാൻഡ്സ് ക്ലീൻ ആക്കി കഴിയുമ്പം തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ കുറയും. മേക്കപ്പ് നമ്മുടെ ഫേസിലാണല്ലോ ചെയ്യുന്നത്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസൊക്കെ വരും. അതുകൊണ്ട് ഹാൻഡ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ ബ്രഷും അതൊന്നും
ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ കുരുവും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം നമ്മൾ നേരത്തെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത പോലെ മസാജ് പോലെ ചെയ്ത് വെക്കരുത്. ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ആണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഈ പ്രൊഡക്ട്സ് അബ്സോർബ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫിനിഷിങ് മാത്രം, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഇതായിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കളർ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കാരണം നമ്മളിവിടെ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഇതാക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ വിട്ടുപോകുന്ന ഏരിയാസാണ് ഈ ചുണ്ടിൻ്റെ തൊട്ട് താഴെ, ഇവിടെ, അതുപോലെ കണ്ണിൻ്റെ ഈ ഒരു പോർഷൻസ്, അതൊക്കെ നമ്മൾ വിട്ടുപോകുന്നതാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി നെക്കിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. നമ്മൾ നെക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, മുഖം വേറെയും നെക്ക് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ നാച്ചുറൽ ഒരു ലുക്ക് ഉണ്ടാവത്തില്ല. നമുക്ക് നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്ന് ഫസ്റ്റ് ഇരുന്ന പോലെയല്ല, ജസ്റ്റ് ഒന്ന് ഒരു ഫിനിഷിംഗ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ചെറിയ ഇതായിട്ട് ബ്ലാക്ക് സ്പോട്ട്സും അതുപോലെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലൈറ്റായിട്ടൊന്ന് ഹൈഡ് ചെയ്യും. നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന പോലെയോ അല്ലെങ്കിൽ കൺസീലർ ഇടുന്ന പോലെയോ ഒന്നും അത്രയും പെർഫെക്റ്റ് ലുക്ക് നമുക്ക് കിട്ടത്തില്ല. എന്നിരുന്നാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരുങ്ങി പോകാനൊക്കെ പറ്റുന്നതാണ്. അപ്പം എൻ്റെ സ്കിന്നിലുള്ള ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു കളർ ചേഞ്ചസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കവർ ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ചെയ്യുന്നതും ഇതാണ്, ഐബ്രോ പെൻസിലാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ എൻ്റെ ഇതിലൊക്കെ ഐബ്രോസിലൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് എഴുതുന്നില്ല, ജസ്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് അല്ല, ഡീപ്പ് ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബ്ലാക്കിനേക്കാളും നല്ലത് ബ്രൗൺ ഷെയ്ഡ് തന്നെയായിരിക്കും. അതിൽ ബ്രൗണിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഡീപ്പ് ബ്രൗൺ ആണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാം. ഐബ്രോസും നമ്മുടെ മുഖത്തിന് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരും. ഐബ്രോ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ഐബ്രോൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു ബ്രഷാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീവി കൊടുക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ വരച്ചതിൽ എവിടെയെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. ഓക്കെ, ഇപ്പോൾ ഐബ്രോസും ഇത്രയേ ചെയ്യുന്നുള്ളൂ. അടുത്തായിട്ട് ചെയ്യുന്ന കണ്ണെഴുത്താണ്. കണ്ണെഴുതുമ്പോൾ ഫസ്റ്റ് ഞാൻ മേലെയാണ് എഴുതാറ്. മേലെ ഞാൻ എഴുതുന്നത് ഈ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് കണ്ണിൻ്റെ മുകളിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഐലൈനർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പെട്ടെന്നൊക്കെ ഒരുങ്ങി പോകണമെങ്കിൽ ഐലൈനർ എഴുതുമ്പോൾ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഈ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എഴുതി അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാൻ എഴുതിയത്. ഒരു സ്മോക്കി പോലെയല്ല, ഒരു സ്മോക്കി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കാം. അപ്പം അതൊരു സ്മോക്കി പോലെയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഷാർപ്പ് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു രീതിയിൽ അവിടെ ഇരിക്കും. പിന്നെ ഞാൻ കണ്ണെഴുതുന്നത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഹിമാലയൻ്റെ കാജൽ വെച്ചിട്ടാണ്. പിന്നെ അങ്ങനെ കണ്ണെഴുതാറില്ല ആക്ച്വലി, പക്ഷെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഹിമാലയൻ്റെ കാജൽ തന്നെയാണ്. ഇത് പരക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു ലുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് എഴുതാറുള്ളൂ. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, നല്ല രീതിയിൽ പരക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും എന്തോ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത്
ജസ്റ്റ് ഇതൊരു ഓപ്ഷനിലാട്ടോ, എനിക്ക് ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. മസ്കാരയാണ് ഇത്. ഇപ്പം ബ്ലൂ ഹെവൻ്റെ വോളിയൂമൈസിങ് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഫോർഡബിൾ റേറ്റിലുള്ളത് തന്നെയാണ്. ഇതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. താഴെ ഇടുന്നില്ല കേട്ടോ, മുകളിൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക് ആണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളത് സാധാരണ. അപ്പം ഇതിപ്പം ഞാൻ വലിയ മേക്കപ്പ് എക്സ്പേർട്ട് ആയതുകൊണ്ടൊന്നുമല്ല ഞാനിത് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിക്കായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു വേർഷൻ ഓഫ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇത് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാനൊരു എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ്. എവിടെ പോകുമ്പോഴും പ്രസൻറ്റബിളായിട്ട് പോകാൻ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ, നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതാണ് കോൺഫിഡൻസ് എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. നമ്മൾ ചെയ്യാതെ ഓക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ വിട്ടോളാം, ഒരു നിർബന്ധവും ഇല്ല ചെയ്യണമെന്ന്. അതുപോലെ ഞാനൊരു എക്സ്പേർട്ടും അല്ല കേട്ടോ. ജസ്റ്റ് എൻ്റെ ഒരു വേർഷൻ ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ലിപ് ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് വളരെ ഒരു സാമ്പിൾ പീസ് പോലത്തെ ഒരു ഇതാണ്. കൈ പിടിക്കാൻ പോലും ഇല്ല, താഴ്പോയി. ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതൊരു ബേൺഡ് റെഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഞാൻ കൂടുതലും ഡെയിലി ബേസിസിൽ ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. പെട്ടെന്ന് ബ്ലെൻഡ് ആവും, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ളതാണെന്നാണല്ലോ പറയുന്നത്. അതുപോലെ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ലിപ്പിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നല്ലൊരു ലിപ് ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പം നമ്മൾ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഡെയിലി ബേസിസിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നുമില്ല, ഇനി ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഞാൻ പൊട്ട് കുത്താറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെയറും കൂടി സെറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് എടുത്തിട്ട് ഇവിടെ കുറച്ച് ക്ലിപ്പ് ഒരു 2 ടിക് സ്ലൈഡ് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ പരീക്ഷിക്കാറില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.